ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിക്സ്ലാൻഡ്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥ, നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടോടെ എന്തെങ്കിലും ഈ സമയത്തല്ലേ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ചിക്കൻ എൻ്റെ കയ്യിലില്ല. സോ എൻ്റെ കയ്യിൽ ടൂണയുണ്ട്, ടിന്നിൻ്റെ ടൂണയുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഓക്കെ. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഒരു പൊട്ടാറ്റോ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടൂണയിൽ നമ്മൾ ചിക്കൻ ആണെങ്കിൽ വേവിച്ച ചിക്കൻ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പം വേവിക്കേണ്ട ആവശ്യമില്ല, ടിൻ ടൂണയാണ്. സോ അത് കാരണം ടൂണയിൽ കുറച്ച് ഞാൻ പെപ്പർ ഇട്ടിട്ട് ഞാൻ കുറച്ച് നന്നായിട്ടൊന്ന് കൈവച്ച് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട, ഞാൻ 4 ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രെഡ് ക്രംസ് ചെയ്തിട്ടുള്ളത്, മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ പാൻ വെച്ച് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓയിലാണ്, നോർമൽ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുകയാണ്, വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിട്ട ഇഞ്ചിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇഞ്ചി, ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ടാണ് ഞാനത് ചോപ്പ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 6 എണ്ണം എടുത്തിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കുക. അതിന് സവാള, ഒരു മീഡിയം സവോള എടുത്തിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം കൂടുതലാവാൻ പാടില്ല, കാരണം ടൂണയുടേതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പ് കാണും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു ശകലമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാരണം അതിൽ നല്ല ഉപ്പുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മതി. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഞാൻ ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എനിക്ക് കൂടുതൽ വേണ്ടാത്ത കാരണം ഞാൻ അല്പം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട്, നല്ല മണത്തിന് വേണ്ടിയിട്ടും ഞാനൊരു അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഒരു മണമൊക്കെ വരും. അതിലേക്ക് നമുക്ക് നമ്മുടെ ടൂണ പെപ്പർ ഇട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കി. ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഈ ടൂണയിൽ തന്നെ ഉപ്പുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. വേവനുള്ളതൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയാൽ മതി. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാഷ്ഡ് പൊട്ടറ്റോ ഇടാം. ഇതിലേക്ക് മാഷ്ഡ് പൊട്ടറ്റോ ഇട്ട് നമുക്ക് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചെയ്ത് വെച്ചതാണ്. ഞാനൊരു 5 വിസിൽ കേൾപ്പിച്ചു കേട്ടോ, ഇത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കാം.
അതല്ലാതെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് അതായത് ഉടച്ചടച്ച് കൊടുക്കുക. സോറി, ഞാൻ ഭയങ്കര കുക്കൊന്നും അല്ല. സോ അപ്പൊ എനിക്ക് ചില വേർഡ്സ് ഒന്നും കിട്ടത്തില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ബൗൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ആക്കാം. ആദ്യം നമ്മൾ കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടുക, നന്നായിട്ടൊന്ന് ബോളാക്കുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ ചെയ്ത് വെക്കുക. കട്ട്ലറ്റിൻ്റെ ഷേപ്പിന് പരത്തി വെക്കുക. ഇതുപോലെ ഞാൻ കട്ട്ലറ്റിൻ്റെ ആ ബൗള് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ 8 കട്ട്ലേറ്റ് ഷേപ്പിന് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചു വെച്ചതുണ്ട്, പിന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ചെയ്തതുണ്ട്. അപ്പൊ ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കമത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എടുക്കുക, നന്നായിട്ട് മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയിടാം. എന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് അങ്ങോട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ 8 മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ അതെല്ലാം മിക്സ് ചെയ്ത് മുക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ചൂടാക്കി നമുക്കതിൽ ഇടാം. പിന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഇത് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂടാവണം. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഒന്ന് മീഡിയം ലെവലിലോട്ടൊന്ന് മാറ്റണം. അല്ലാതെ നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. എണ്ണ നന്നായി തിളച്ചു. അപ്പൊ ഞാനൊന്ന് മീഡിയം ലെവലിലോട്ട് മാറ്റി, എന്നിട്ട് ഇടണേ. ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ നേരത്തെ അതൊക്കെ ചൂണൊക്കെ നമ്മൾ മീൻസ് ചൂടാക്കി ചെയ്തത് കാരണം, മിക്സ് ചെയ്ത കാരണം വലിയ വേവിൻ്റെ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ട്ലേറ്റ്, ടൂണ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടും അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഫ്ലോപ്പ് ആയില്ല, അടിപൊളി ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ, ടൂണ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഗരം മസാലയും ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ടൂണയുടെ ആണെന്ന് പറയുന്നത്. ഒരു ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്ന അതേമാതിരി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.